ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ മുന്നറിയിപ്പുമായി വിതരണക്കാർ. നിലവിൽ വിതരണം ചെയ്ത സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ മെഡിക്കൽ കോളേജുകൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരിക്കുന്നു. 158 കോടി രൂപയാണ് കുടിശ്ശികയായി ഉള്ളത്. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, പെട്ടെന്ന് എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷെ 158 കോടി രൂപയൊക്കെ ബാധ്യത വന്നാൽ ഏതൊരു വിതരണക്കാരനും കമ്പനിക്കും താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ പണം നൽകാൻ ഇത്ര താമസം? ഇത്രയേറെ കോടികളൊക്കെ മെഡിക്കൽ കോളേജ് വികസനത്തിനായി ചെലവഴിക്കുന്നുവെന്ന് മന്ത്രി പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, നല്ല കാര്യം. പക്ഷേ ഈ ഉപകരണങ്ങൾക്കുള്ള പണം, മരുന്നിനുള്ള പണം ഇതൊക്കെ കൊടുക്കണ്ടേ? ദിവിഷ, അത്യന്തം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത്. നിലവിൽ സെപ്റ്റംബർ 1 മുതൽ ഈ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കും എന്നൊരു മുന്നറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 2-ാം തീയതി മുതൽ വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ വിതരണം നിർത്തുമ്പോഴും ആശുപത്രികളിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, അങ്ങനെ സ്റ്റോക്കിലുള്ള ഉപകരണങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ളതാണ് കമ്പനികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നൽകാനുള്ള തുക എന്ന് പറയുന്നത് 158 കോടിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 29 കോടിയിലധികം രൂപ ഈ വിതരണക്കാർക്ക് നൽകാനുണ്ട്. ആ തുക നൽകിയില്ല എങ്കിൽ 100 കോടിയെങ്കിലും അടിയന്തരമായി നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം. ഇത് മരുന്ന് കമ്പനികളെ പഴിക്കുന്നതിൽ കാര്യമില്ല. ഹൃദയ ശസ്ത്രക്രിയ ആണെങ്കിൽ പോലും നേരത്തെ നൽകിയ മുന്നറിയിപ്പാണ്. 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് 100 കോടിയെങ്കിലും, 158 കോടി കുടിശ്ശികയിൽ 100 കോടിയെങ്കിലും നൽകിയാൽ മാത്രമേ മരുന്ന് വിതരണം തുടരാൻ കഴിയൂ എന്നുള്ള കാര്യം കമ്പനി അറിയിച്ചു. ആ മുന്നറിയിപ്പ് നൽകി മാസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോകുമ്പോഴും യാതൊരു വിധത്തിലുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നതോടെയാണ് കമ്പനികൾ വീണ്ടും തീരുമാനം കടുപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകിയത്. നിലവിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പറയുന്ന ഉപകരണങ്ങൾ എത്തിച്ചില്ല എങ്കിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ട് പോലും അടിയന്തരമായി, ഞാൻ പറയുമ്പോൾ ഒരു 158 കോടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉടനടി സർക്കാർ അത്രയും കോടി അനുവദിക്കാൻ സാഹചര്യം അനുവദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സമാശ്വാസം എന്ന നിലയ്ക്കെങ്കിലും ആദ്യഘട്ടമായി ഇത്ര രൂപ നൽകാം, നിങ്ങൾ ഇത് തിരിച്ചെടുക്കരുത്, അല്ലേ? അങ്ങനെ ഒരു സമവായത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ടേ? 2 തവണ കത്തയച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മുന്നറിയിപ്പ് നൽകാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാളെ മുതൽ വിതരണം നിർത്തുന്നു എന്ന് ഈ കമ്പനികൾ പറഞ്ഞതുമല്ല. പക്ഷേ അങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകി അവർ കാത്തിരുന്നിട്ടും അവർക്ക് ഈ പണം ലഭിക്കാതെ വന്നതോടെ അവരുടെ ഈ പറയുന്ന ബിസിനസ് മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വീണ്ടും അവർ ഒരു വട്ടം കൂടി അറിയിച്ചു. അങ്ങനെയാണ് നിലവിലുള്ള തുകയിലെ, നിലവിൽ 158 കോടിയാണ്, അതിൽ മുഴുവൻ തുകയും ലഭിക്കണം എന്ന് പോലും ആ കമ്പനികൾ ആവശ്യപ്പെടുന്നില്ല. 100 കോടിയെങ്കിലും ലഭിച്ചാൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പാവപ്പെട്ട ആളുകളാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ശസ്ത്രക്രിയയൊക്കെ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ എന്താണോ, സർക്കാർ ഈ വിഷയത്തെ അത്രത്തോളം ഗൗരവമായി കാണുന്നില്ല. അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഉപകരണ വിതരണം വീണ്ടും ആരംഭിക്കാൻ കഴിയുമെന്ന് കമ്പനിയും പറയുന്നു. അല്ല എങ്കിൽ കാർഡിയോളജി വിഭാഗത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. തിരുവനന്തപുരത്ത് മാത്രമാണ് കുറച്ചെങ്കിലും സ്റ്റോക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു സ്ഥലങ്ങളിലെല്ലാം അതും സ്റ്റോക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കണ്ടറിയണം. സർക്കാർ എന്തായാലും ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. ആദ്യഘട്ടത്തിൽ കത്തയച്ചപ്പോഴെങ്കിലും ഇടപെടാമായിരുന്നു, മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇടപെടാമായിരുന്നു, ഉപകരണ വിതരണം നിർത്തിയപ്പോഴെങ്കിലും ഇടപെടാമായിരുന്നു. ഇപ്പോൾ അതും കഴിഞ്ഞ് നിലവിലിരിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നുള്ള കത്തും വരികയാണ്. ഇനി എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് കണ്ടറിയണം.